ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മർസൂഖ് KM അബ്ദുള്ള, മുൻ ചെയർമാനാണ് ചേംബറിൻ്റെ, ഇപ്പോഴത്തെ ഡയറക്ടറാണ് ചേംബറിൻ്റെ. എല്ലാവർക്കും അറിയാം, കേരള ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. അതാണ് ഞങ്ങളുടെ മെയിൻ ഒബ്ജക്റ്റീവ് സംഘടനയുടെ. വളരെ വേദനാജനകമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇവ അടുത്ത കാലത്ത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാലാകാലങ്ങൾ കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റും മറ്റ് ആളുകളും ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു പുത്രൻ കേരളത്തിൽ തന്നെ ജനിച്ച് വളർന്ന് വിദേശ രാജ്യത്ത് പോയി സമ്പത്തൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം ശ്രീമാൻ യൂസഫ് അലിയുടെ പ്രവർത്തനങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാവും. ഇന്ന് കേരളത്തിലൊഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്കറിയാം, ഒരു ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അതിപ്പോൾ കർണാടകയിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഗുജറാത്തിലായിക്കോട്ടെ, പല സ്ഥലത്തും ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത്രയധികം വോളിയം ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, അവർക്ക് കൊടുക്കുന്ന പ്രചോദനങ്ങൾ, ചിലപ്പം ഇല്ലാത്ത കാര്യങ്ങൾ നിയമമുണ്ടാക്കി സഹായിക്കുന്ന പോലും കാണാം. ആ രീതിയിലുള്ള ഒരു സമീപനമാണ് ഇന്ന് ഓൾ ഇന്ത്യ ലെവലിൽ കാണുന്നത്. പക്ഷേ ഇന്നും നമ്മളിവിടെ കാണുന്നത് വളരെ വിചിത്രമാണ്. ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എല്ലാവർക്കും അറിയാം, പോർട്ട് ട്രസ്റ്റ് അതിൻ്റെ സ്ഥലങ്ങൾ ടെൻഡർ ചെയ്യാറുണ്ട് കാലാകാലങ്ങളിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി. ആ ടെൻഡർ ചെയ്യുന്നതിൻ്റെ നടപടികൾ നമുക്കറിയാം. അടുത്ത കാലത്ത് തന്നെ ചേംബറിൽ അതിന് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ടെൻഡർ വിളിച്ചതിന് ശേഷം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും അതിൻ്റെ വില പോലും ഫിക്സ് ചെയ്യുന്നത് പോർട്ട് ട്രസ്റ്റ് അല്ല, റേറ്റ് റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലുള്ള ഒരു ലീസിന് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. 30 കൊല്ലത്തേക്കാണ് ഇതിൻ്റെ ലീസിൻ്റെ കാലാവധി. 30 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും പുതുക്കാം. അന്ന് ഫിക്സ് ചെയ്യുന്ന പൈസ എത്രയാണോ റേറ്റ് അതിനായിരിക്കും അവർ ലീസ് ചെയ്യുക, അല്ലാതെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളാണ്. അതായത് അത് മാത്രമല്ല, അതിൻ്റെ കണ്ടീഷൻ ഇന്ന് ഒരു പത്രത്തിൽ കാണുകയുണ്ടായി, ഈ പൈസ പോർട്ട് ട്രസ്റ്റിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, ദിസ് ഈസ് നോൺ റീഫണ്ടബിൾ ഇൻ എനി സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞു. അത് ഒരു കണ്ടീഷൻ ആ ഒരു പത്രം എടുത്ത് കാണിക്കുമ്പോൾ തന്നെ മറ്റുള്ള കണ്ടീഷനുകൾ വിസ്മരിക്കുകയാണ്. മറ്റുള്ള കണ്ടീഷൻ എന്താണ്? ബോർഡ് സാങ്ഷൻ ചെയ്യുന്ന ഒരു പ്ലാൻ മാത്രമേ അവിടെ പണിയാൻ പറ്റുള്ളൂ. അതിനുശേഷം ആ പ്ലാൻ കൊണ്ടുപോയി ലോക്കൽ അതോറിറ്റി, അതായത് അവിടുത്തെ പഞ്ചായത്തിൽ കൊടുത്ത് വീണ്ടും അതിന് അംഗീകാരം നേടിയതിനു ശേഷമേ കൺസ്ട്രക്ഷൻ നടക്കുകയുള്ളൂ. അതെല്ലാം നമ്മൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ എന്തോ താല്പര്യത്തിന് വേണ്ടിയിട്ട് അതെല്ലാം മറച്ചു പിടിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഈ സാങ്ഷൻ എല്ലാം കിട്ടിയതിന് ശേഷമേ അദ്ദേഹത്തിന് അവിടെ കൺസ്ട്രക്ഷൻ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ വലിയ പ്രോജക്ട്സ് ഒക്കെ, ഇത്ര കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്ട്സ്, അതുമാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്നും അനർഹമായിട്ടല്ല, അർഹമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗവൺമെൻറ് അല്ല എന്നുള്ള ഒരു മെസ്സേജ് ഈ ലോകം മുഴുവൻ പോകുന്നു. ഇതിൽ അടിയന്തരമായി സർക്കാർ ഇടപെടുകയും ഇതിനു വേണ്ട തീരുമാനം ഉണ്ടാക്കുകയും അതിൻ്റെ വികസനങ്ങൾ മുരടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. സാധാരണ ഇൻവെസ്റ്റർ അല്ല, ആയിരക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു വിവാദങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അതിനൊരു വ്യക്തതയും വിവാദങ്ങളുടെ ആൾക്കാരെ വിളിച്ചിരുത്തുകയും ചെയ്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊരു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. കാര്യങ്ങളല്ല, ഇവിടെ ഒരു വ്യവസായ വാണിജ്യ മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാന്യത അനുഭവപ്പെട്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം ഒരു പ്രത്യാശ ഇപ്പോൾ കാണുന്നു. കുറേ പ്രൊജക്റ്റ് വരുന്നെന്ന് പറയുന്നത് അത് വാണിജ്യ വ്യവസായ മേഖലയെ ഉണർത്തുന്നുണ്ട്. ആ ഉണർത്തൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ആശങ്ക ചേംബറിനുമുണ്ട്. അത് ഗവൺമെൻറ്റിനും ഉണ്ടാകണം, എല്ലാവർക്കും കാണണം, മാധ്യമങ്ങളും കാണണം. ഇവിടെ വളർച്ചയുണ്ടാകണം, പുതിയ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഒരു ഘട്ടത്തിൽ അതിന് നല്ലൊരു ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവായി
രാജ്യത്ത് ജോലി ചെയ്യുകയും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കാണിച്ച ധീരമായ നടപടി, അദ്ദേഹത്തിൻ്റെ ഒത്തിരി നടപടികളാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നമ്മൾ വാങ്ങിക്കുന്നു. അപ്പോൾ ആൾ തിരിച്ചു പോവുക. ആ രീതിയിൽ വരുന്നത് മറ്റു പലരും വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളിവിടെ കഴിഞ്ഞ ദിവസം കേരള ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇൻഡോ അമേരിക്കൻ മലയാളം ചേംബർ ഓഫ് കൊമേഴ്സിൽ അവിടുത്തെ ഭാരവാഹികളെ വിളിച്ച് 2 ദിവസം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്കും താല്പര്യമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, ഇതൊക്കെ ഇവിടെ വലിയ മാളുകൾ വരുന്നു, മറ്റ് വലിയ പ്രൊജക്റ്റുകൾ വരുന്നു, ഇതുപോലെ വരുന്നു, നിങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഞങ്ങൾ കാണുന്നത് നിലവിലുള്ള ഞങ്ങളുടെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കും അനുബന്ധ വ്യവസായം എന്ന നിലയിൽ ഞങ്ങൾക്ക് ബിസിനസ് നേട്ടമുണ്ടാകാം, പുതിയ തലമുറയ്ക്ക് നേട്ടമുണ്ടാകാം. ഇതനുസരിച്ചാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇത്തരം നിലപാടുകൾ എടുക്കുന്നത്, സഹായിക്കുന്നത്. അല്ല ആരെയെങ്കിലും വ്യക്തിപരമായിട്ടും തകർക്കാനല്ല. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലൊരു നിലപാട് എടുക്കുന്നു എന്ന് തോന്നുന്നില്ല. ഏതായാലും അവരിലെ പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി ഒരു സമ്മേളനം നടത്തി ഇതിൽ എന്തോ അപാകത തീർച്ചയായിട്ടും ഗവൺമെൻറ്, അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇടപെടണമെന്ന് പറയും. ഗവൺമെൻറ് പരിശോധിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അവർ പരിശോധിച്ച് കൊടുക്കും. ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടിയാണ്, അവർ നേരത്തെ ഭരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി പേര് ഞങ്ങൾ ഫോക്കസ് കേരള പദ്ധതി നടപ്പാക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ആ സർക്കാരുമായിട്ട് ചേർന്ന് ഞങ്ങൾ വ്യവസായികൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അവിടുന്ന് പിന്നെ ഇപ്പോഴും മാറ്റം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായും CPM പാർട്ടിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല. ഈ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ വരണം, സ്മാർട്ട് സിറ്റി ഉണ്ടാകണം, ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാടിൽ ഇവിടുത്തെ സമൂഹം മൊത്തം ഇങ്ങനെയുള്ള അതിനല്ല ഇതിൽ അത് ഫ്രെയിം ചെയ്ത് ഇവിടെ ഇപ്പം സ്മാർട്ട് സിറ്റിക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്, ദുബായ് പോർട്ടിന് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല ഡീലിവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞ് ഇത് മാത്രമല്ല അതിനൊക്കെ കൊടുത്ത വിലയിലേക്കാൾ എത്രയോ കൂടുതലാണ്. അതുമല്ല ഇത് ആഗോള ടെൻഡർ വെച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ആരാണോ കോട്ട് ചെയ്ത് അവരെ പ്ലോട്ടേഴ്സിൻ്റെ ഓഫർ ഉണ്ടായിരുന്നത് 500 ചില്ലാണം കോടിയാണ്. ഇത് 54 കോടി. മനസ്സിലാവണല്ലോ. അദ്ദേഹത്തിന് ഈ റേറ്റ് ഫിക്സ് ചെയ്ത് റേറ്റ് കോട്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ കൂടുതൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നോക്കേണ്ടത്. ഇതിന് വളരെ വ്യക്തമായിട്ടൊരു മറുപടി. നമ്മൾ സാധാരണ നമ്മൾക്കെല്ലാം മലയാളികൾ വളരെ അഭിമാനികളാണ്. അപ്പോൾ അത്തരത്തിൽ ഇത്രയും വലിയ വലിയ പ്രോജക്റ്റുകൾ നമ്മുടെ കേരളക്കാരനെ വിളിച്ച് ആക്ഷേപിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉദ്ദേശം അതല്ല. ഞങ്ങൾ പറയുന്നത് അത്തരത്തിൽ പുറകിലേക്ക് പോകരുതെന്ന്. കായത്ത് ലെവലിലും അതിലെ താഴേക്കട ലെവലിലെല്ലാം തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനമായതിനു ശേഷം ഈ പദ്ധതി ഇവിടെ അനുയോജ്യമല്ല, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകും, അതല്ലെങ്കിൽ ഇത്രമാത്രം റേറ്റിൽ വ്യത്യാസങ്ങളുണ്ടാകും എന്നൊരു റിപ്പോർട്ട് എഴുതി വെച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാതെ പോകാൻ പറ്റത്തില്ല. ആരും ടെൻഡർ ചെയ്യാതെ പോകുമായിരുന്നല്ലോ. ബേസിക് പ്രൈസ് നിശ്ചയിച്ചുകൊണ്ട് ടെൻഡർ വിളിക്കുന്നു. ആ ടെൻഡർ വിളിച്ച് അതിന് മേലുള്ള എമൗണ്ട് കൊടുത്തതിന് ശേഷം കോടതിയിൽ പോകുന്നു. വിജിലൻസിലും ഉണ്ടാകുന്ന ഒരു അഭിമാനക്ഷതത്തിൻ്റെ പേരിൽ എടുത്ത തീരുമാനമാണ്. അല്ല ആരായാലും പരിതസ്ഥിതി പ്രവർത്തനം ഇതിനെ ഇവിടെ വരുന്ന കേരളത്തിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെ നിരുത്സാഹപ്പെടുത്തി ഓടിക്കണ ആരാണോ അവരെല്ലാരും വികസന വിരോധി. കാരണം അതിൽ നിങ്ങളെ പാർട്ടിവൽക്കരിച്ചൊന്നും സംസാരിക്കേണ്ട. കാരണം ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പ്രോജക്റ്റിനെതിരെ സംസാരിക്കുന്നവരൊക്കെ ഒരു പാർട്ടിയുടെ ആളാണ്, അല്ല അവരാണ് ഇവരാകണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഈ പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളെ നിരുത്സാഹപ്പെടുത്തി വിടരുത്. ഇവിടെ പ്രോജക്റ്റുകൾ വരണം. സാധാരണ ജനകീയ മുന്നണികളാണെങ്കിൽ ഏതാളാണെങ്കിലും അത്തരത്തിലുള്ള ഉണ്ടല്ലോ. ചാനൽ ചർച്ചകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലവരും പറയുന്നുണ്ടല്ലോ, എന്തെല്ലാം പറയുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരൊക്കെ കുറിച്ച് പറയാൻ പറ്റും. ആ ചർച്ച ചെയ്ത് നേരത്തെ വന്ന വാർത്തകൾ വ്യത്യസ്തമായിട്ടാണ്. നമുക്കത് മതി. അല്ല അവരെ ഞങ്ങൾ നിങ്ങളുടെ ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വന്നതാണ്.